ഈ വേഷം ആര് ചെയ്യാനിരുന്ന വേഷം നമുക്കറിയോ? മമ്മൂക്കവരെ വിളിച്ച് ചോദിച്ചതാ. അപ്പൊ ഞാൻ ത്രില്ലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ദുരന്തമുഖം എന്ന് പറയുന്നത് പഴയ ആർട്ടിസ്റ്റുകളാണ്. കാരണം അന്നേരം ഈ പൃഥ്വിരാജൊക്കെ നല്ല പൈസ വാങ്ങുന്നൊരു പൃഥ്വിരാജിനൊന്നും അതിൽ കാര്യമായിട്ട് പൈസയൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് തന്നെ അഭിനയിച്ചിരിക്കുന്നതാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്തെങ്കിലും രണ്ടാളും ഒന്ന് കണ്ടുമുട്ടിയിട്ടേ ഒന്ന് അതിന് ദൈവം സാക്ഷാൽ ദൈവം വിചാരിച്ചിട്ടുണ്ട് നടക്കട്ടെ. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു ഇന്നസെൻ്റ് മാത്രമാണ്, ഒരു തിലകൻ മാത്രം, ഒരു ജഗതി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ CA കഴിഞ്ഞ ആളാണ്, ഞാൻ MBA കഴിഞ്ഞ ആളാണ്. കാരണം ഒരു കാലത്ത് സിനിമയുടെ ഉത്തുംഗ ശൃംഗത്തിലിരുന്ന ആൾക്കാർ ഇന്ന് ദയനീയമാണ് അവസ്ഥ. ഞാൻ ഒരിക്കലും എൻ്റെ വീട് വിറ്റിട്ടു അല്ലെങ്കിൽ ഫാദറിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെയൊന്നുമല്ല, ആരെയും പറ്റിച്ചിട്ടുമല്ല. ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. സ്ട്രഗിളല്ല, അത് പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം, പ്രോപ്പർ ക്യാരക്ടർ സെലക്ഷൻ ആയിരിക്കണം, പ്രോപ്പർ കോസ്റ്റ്യൂം ആയിരിക്കണം, പ്രോപ്പർ. എനിക്കങ്ങനെയല്ല, കാൽക്കുലേറ്റഡ്, അവയർ, ആൻഡ് വി ഷുഡ് ബിൽഡ് ആൻഡ് യു ഹാവ് ടു മേക്ക് എ ഫിലിം ബേസ്ഡ് ഓൺ ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സിനിമ. അതിലൊക്കെ പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞ ഒരു 3 സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം ലോഹിദാസ് സാറാണ്. അതിൽ എന്നും ഓർമ്മയിൽ മിന്നിത്തിളങ്ങുന്ന എൻ്റെ ഗുരുനാഥൻ ലോഹി സാറ്, അതാണ് പറയുന്നത്. പ്രതിഭകൾ ആണെങ്കിൽ നമ്മളൊന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എത്താം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എത്തപ്പെടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുറേ ദിവസം ഒരു കല്ല് പുഴയുടെ അടിത്തട്ടിലൂടെ ഒഴുകി അങ്ങനെ ഈ സിനിമ എന്ന് പറയുന്ന ആ പുഴയുടെ അടിത്തട്ടിലൂടെ ഒഴുകി അത് മൗൾഡ് ചെയ്ത് നല്ലൊരു ലിറ്റിൽ പെബിളായിട്ട് മാറാം. അങ്ങനെ നമ്മൾ മാറ്റപ്പെടാം. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരു ഇന്നസെൻ്റ് മാത്രമാണ്, ഒരു തിലകൻ മാത്രമാണ്, ഒരു ജഗതി. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ കുതിരോട്ടം പപ്പിച്ചോട്ടെ, എന്താ അഭിനയത്തിൻ്റെ അദ്ദേഹം എടുക്കുന്ന ആ ഒരു നിശ്വാസത്തിൻ്റെ ഒരു സ്ലാങ് പോലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അപ്പം ശരിക്കും വിനോദ് ചേട്ടന് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അച്ഛന് കുറച്ച് സാമ്പത്തികമായിട്ട് എന്തായാലും അത് മാത്രമല്ല, ഞാൻ CA കഴിഞ്ഞ ആളാണ്, ഞാൻ MBA കഴിഞ്ഞ ആളാണ്, ഞാനിവിടെ ഒരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന ട്രെയിനറാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയണേ, വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാൻ പാട്ട് എഴുതാറുണ്ട്, സംഗീതം ചെയ്യാറുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബംസ് ഏതാണ്ട് ഒരു 50ഓളം സോങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിജു നാരായണൻ, അതുപോലെ കെസ്റ്റർ, മിൻമിനി, അങ്ങനെ ഓൾമോസ്റ്റ് ഏതാണ്ട് മലയാളത്തിലെ ദാസേട്ടനെ ഒഴിച്ച് എല്ലാവരും എൻ്റെ കാസറ്റ്സിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നും അല്ല. ഇപ്പോഴല്ല, മുൻപ് ആ സിനിമ ചെയ്തിട്ടായാലും ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അച്ഛൻ പൈസയൊക്കെ തരാറുണ്ടല്ലോ. എനിക്ക് ജോലി ഉണ്ടല്ലോ. അന്ന് എനിക്ക് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ സെയിൽസുമാണ് ഇവിടെ എറണാകുളത്ത് JS കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് നടത്തുകയാണ്. ആ സമയത്ത് ഇപ്പൊ 1-2 സിനിമകളൊക്കെ ചെയ്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ഈ സിനിമയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാതിരുന്നതൊന്നും കൂടി ഒരു. അതുകൊണ്ട് പൈസ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പൈസ ഇല്ലാത്ത അതുകൊണ്ടായിരിക്കണം ഞാൻ 1-2 സിനിമ, ചെറിയ പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസറായിട്ട് മാറിയത്. കൈ പൈസ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പണത്തിൻ്റെ ആ ഒരു തൻ്റെ ഇടമായിരിക്കണം ഒരു പക്ഷേ അതെൻ്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പൈസ ഇല്ലാത്തവര് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് 1-2 സിനിമകളിലൊക്കെ വന്ന് പിന്നീട് വേഷങ്ങൾ കിട്ടാതെ ഇപ്പോ ഈ ചായക്കട നടത്തുന്ന, അങ്ങനെ ഓരോ ചെറിയ കടകൾ നടത്തുന്നവരൊക്കെ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഒരു ദുരന്തമുഖം എന്ന് പറയുന്നത് പഴയ ആർട്ടിസ്റ്റുകളാണ്. കാരണം 1-2 സിനിമകളിൽ മാത്രമല്ല, നീണ്ട കാലം
ശക്തമായ സാന്നിധ്യമായിട്ട് നിന്ന നടീനടന്മാർ ഇന്ന് ഇവരുടെ അമ്മയുടെയും ഒക്കെ ഈ കൈത്താങ്ങിലൂടെയും ഈ മാസം തോറും അതിലൂടെയും ഒക്കെ നിലനിൽക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അത് ചെറിയ ആൾക്കാരല്ല, ഒരു കാലത്ത് സിനിമയെ ഭരിച്ചവരാണ്. അല്ലാതെ ഇപ്പം നമ്മളെ മാത്രം മുഴുവൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കാരണം ഒരു കാലത്ത് സിനിമയുടെ ഉത്തുംഗ ശൃംഗത്തിലിരുന്ന ആൾക്കാർ ഇന്ന് ദയനീയമാണ് അവസ്ഥ. എത്രയോ പേര്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ അറിയാം, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, നല്ലോണം വിദ്യാഭ്യാസം. അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഈ പറയുന്ന മാതിരി എനിക്കെല്ലാം ഒരു തമാശയായിട്ട് എടുക്കുന്ന ഒരാളാണ്. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ, ഞാൻ ഫുൾ പാസ്സായിട്ടില്ല. അതുപോലെ MBA കഴിഞ്ഞതാണ്, പിന്നെ MA കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്കാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സിനിമയെ സംബന്ധിച്ചായാലും ഞാൻ ഈ ക്യാമറ ടെക്നിക്സ്, അതുപോലെ DI കളർ ഗ്രേഡിങ്, സൗണ്ട് ഡബിങ് എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാം ഓൺലൈനായിട്ട് അത് അതിൻ്റെ ഒരു മാസ്റ്റർ കോഴ്സ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതൊരു ഹോബിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജോലി ഇല്ലാത്ത സമയത്ത് ശരിക്കും പൈസ അപ്പനും അമ്മയല്ലേ തന്നുകൊണ്ടിരുന്നത്? അച്ഛനല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആകെ 50 രൂപ വെച്ച് അങ്ങനെ തന്നിട്ടേ ഉള്ളൂ. ഈ 50 രൂപയുള്ള തരുള്ളൂ, പിന്നെ ഇല്ല. പിന്നെ ഞാൻ അത് പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ ടാറ്റയിൽ ഡിപ്ലോമയ്ക്ക് കയറുന്നു കമ്പ്യൂട്ടറിൻ്റെ. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കമ്പ്യൂട്ടർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കമ്പ്യൂട്ടർ അസംബ്ലിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും. ഉടനെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫാദർ അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കണക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഇവിടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത്, പേറോൾ സിസ്റ്റമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ അറിയാം. അത് കൊച്ചായിട്ടിരിക്കുമ്പോഴാണ്, 21ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ, കാരണം സിനിമയിൽ വർക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറായിട്ട് മാറിയത്. ഞാൻ ഉണ്ടാക്കി, അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ വീട് വിറ്റിട്ടു അല്ലെങ്കിൽ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നുമല്ല, ആരെയും പറ്റിച്ചിട്ടുമല്ല. ഞാനുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഇനിയിപ്പം 3ാമതൊരു പടം കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ, കാരണം ഈ 2 ചെയ്ത പടങ്ങളിലും കുറച്ച് ഇമ്മേച്യൂരിറ്റീസ് ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാം. കാരണം ധൃതി പിടിച്ച് വെറുതെ ഹറിബറി ആയിട്ട് ചെയ്തു. കാരണം നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഒരു പടം ചെയ്യുമ്പോൾ അതൊരു പ്രോപ്പർ സ്ക്രിപ്റ്റിങ്ങും വേണം, പ്രോപ്പർ പ്ലാനിങ്ങും വേണം, സിനിമയുടെ എല്ലാ ഇതും വേണം. അല്ലാതെ എൻ്റെ ഒരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ, ബന്ധുക്കളെല്ലാവരും കൂടെ വന്നിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയും വിളിക്കുക, യൂണിറ്റും വിളിക്കുക, കയറിക്കോ എല്ലാവരും കൂടെ പറഞ്ഞ് ഒരു കാട്ടിലേക്ക് പോയി ഒരു സിനിമ എടുത്ത് പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെ ശൈലിയുള്ള ഒരാളാണ്. ഒന്നും അങ്ങനെ പ്രോപ്പറല്ല. പോയി നിന്നിട്ട് കഥാപാത്രം പറഞ്ഞു കൊടുക്കുക, അതേ ലോഹിദാസ് സാറിൽ നിന്നോ കിട്ടിയൊരു ടാലൻ്റ് ആയിരിക്കും. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് അതിൻ്റെ മാർഗത്തിൽ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വേറെ തലത്തിലെത്തുമായിരുന്നു. ഇതങ്ങനെയല്ല, നമ്മളെല്ലാത്തിലും ഒരു സില്ലി മാറ്റർ, ഒരു അത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് സില്ലി ആയിട്ട് അതായത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുക. അതൊരു വിഡ്ഢിത്തപരമായ, സിനിമയെ സംബന്ധിച്ചൊരു വിഡ്ഢിത്തമാണ് ചിന്ത. സിനിമയെ സംബന്ധിച്ച് നമ്മൾ പ്രോപ്പർ സ്ക്രിപ്റ്റ് എഴുതി, പ്രോപ്പർ കഥ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1-2 വർക്കുകൾ ചെയ്തതിലെല്ലാം എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഡ്രൈവർമാർ ഇവരും എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അതിനെ ബാധിക്കും. അതല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ആൾക്കാർ തന്നെ വന്ന് അഭിനയിക്കണം. അവർ വന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ സിനിമ സ്ട്രഗിളല്ല, അത് പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം, പ്രോപ്പർ ക്യാരക്ടർ സെലക്ഷൻ ആയിരിക്കണം, പ്രോപ്പർ കോസ്റ്റ്യൂം ആയിരിക്കണം, പ്രോപ്പർ. എനിക്കങ്ങനെയല്ല, കിടക്കണത് അതിട്ടു, അതിട്ട് അഭിനയിച്ചു, അങ്ങനെ. അപ്പം അതൊന്നും സിനിമയിൽ പാടില്ല. സിനിമയുടെ നമ്മളെ ഗൗരവം, ആ സിനിമയുടെ the frame of the film should always be calculated, aware, and we should build, and we have to make a film based on the rules and principles of cinema. അത് മസ്റ്റാണ്. ഈ ചക്രം ചെയ്യുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? അന്നേരം എത്രയായിരുന്നു ആദ്യത്തെ ശമ്പളം? 28 വയസ്സ്. 28. അന്നേരം എത്രയായിരുന്നു ആദ്യമായിട്ട് അതിൽ പേയും റെമ്യൂണറേഷൻ കിട്ടിയത്? അതിൽ അത്ര വലിയൊരു റെമ്യൂണറേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ആദ്യത്തെ വർക്കല്ലേ അത്. അന്നേരം ഈ പൃഥ്വിരാജൊക്കെ നല്ല പൈസ വാങ്ങുന്നൊരു ഇതായിരുന്നു. പൃഥ്വിരാജിനൊന്നും അതിൽ കാര്യമായിട്ട് പൈസയൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അദ്ദേഹം സാക്രിഫൈസ് ചെയ്ത് തന്നെ അഭിനയിച്ചിരിക്കുന്നതാണ്. ആ സിനിമയിലൊക്കെ എപ്പോഴും ടെക്നിക്കിലേക്ക് പഠിക്കാൻ ഒരുപാട് ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ, ഈ രാജീവ് രവി എന്ന് പറയുന്ന അതിൻ്റെ ക്യാമറാമാൻ
ഒരു വണ്ടർഫുൾ, അദ്ദേഹം പിന്നീട് ഡയറക്ടറാണ്. അതെ അതെ. അദ്ദേഹം ചെയ്ത സിനിമയാണ്. അദ്ദേഹം ഒരു വണ്ടർഫുൾ ക്യാമറമാനാണ്, അദ്ദേഹം നല്ലൊരു നല്ലൊരു സംവിധായകനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലോഹിതദാസ് സാറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സിനിമയുടെ എല്ലാ സങ്കല്പങ്ങളും നമുക്ക് മനസ്സിലാക്കും. കാരണം 90 ദിവസമൊക്കെ ഒരു സിനിമയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഇതല്ല. നാം മനസ്സിലാക്കിയിരിക്കണം, 90 ദിവസം ഫുൾ ടൈം കൂടെ നിന്ന് ആ സിനിമയെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന വ്യക്തികൾക്കൊന്നും അറിയില്ലാത്തവർക്ക് അത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഇവരെല്ലാവരും. അദ്ദേഹം തുറമുഖമൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വണ്ടർഫുൾ ക്യാമറമാനാണ്. ഞാൻ കണ്ടെടുത്തോളം നല്ല കഴിവുള്ള, ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാൻ കഴിയും. കാരണം നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വിഡിത്തം. പൃഥ്വിരാജ് ഇതുപോലെ തന്നെ എല്ലാം പഠിക്കുന്ന. തീർച്ചയായിട്ടും അദ്ദേഹം പഠിച്ചതെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. അദ്ദേഹം അപ്ഡേഷൻസ് വളരെയധികം, എന്നേക്കാളൊക്കെ 100 മടങ്ങ് അപ്ഡേഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഫ്രണ്ട് സ്ട്രീമിൽ ഓടുന്നത്. ആ മുമ്പിലേക്ക് വരാനുള്ള കാരണം അതാണ്. കാരണം അദ്ദേഹം അതിൻ്റെ ഓരോ കാര്യങ്ങളും, ക്യാമറ, അതുപോലെ ലെൻസസ്, അതോടൊപ്പം തന്നെ ലൈറ്റ്സ്, അതോടൊപ്പം തന്നെ അവിടെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, അതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റിൻ്റെ മേക്കപ്സ്, കോസ്റ്റ്യൂംസ്, അങ്ങനെ അതെല്ലാം പഠിക്കണം. ചെറിയൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല സിനിമ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾ രണ്ടാളും ഒന്ന് കണ്ടുമുട്ടിയിട്ടേ, ഒന്ന് കണ്ടുമുട്ടിയിട്ട് ദൈവം, സാക്ഷാൽ ദൈവം വിചാരിച്ചിട്ടുണ്ട്, നടക്കട്ടെ. ഇനി ഒരുമിച്ചൊരു പടം ചെയ്യണം. എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാജു എൻ്റെ ഹൃദയത്തിലുള്ള ഒരാളാണ്. കാരണം അന്ന് പല കാര്യങ്ങളും രാജു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം രാജു അന്ന് 2-3 പടം ചെയ്ത് കഴിഞ്ഞു. പിന്നെ രാജു ചെയ്യുന്ന വർക്കുകൾ, ഇപ്പോൾ ലോഹിതദാസ് സാറിനെ പോലുള്ള ഒരു മെഗാ സിനിമാക്കാരൻ്റെ ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജുവിന് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജു, നമ്മൾ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ രാജു പറയുമായിരുന്നു, അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, അത് ചെയ്താൽ കുറച്ചുകൂടി നന്നാവും, അങ്ങനെ കറക്ഷൻസ് പറയും. അന്ന് തന്നെ പുള്ളി അങ്ങനെ ഒരു ശൈലിയിൽ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ആത്മബന്ധമുള്ള ആൾക്കാരാണ്. അതായത് മറ്റുള്ള ബന്ധത്തെക്കാളുപരി ആത്മബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അതിലൊക്കെ പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞ ഒരു 3 സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തോന്നില്ല. അതിന്റെ കാരണം ലോഹിതദാസ് സാറാണ്. അതിൽ പൃഥ്വിരാജ് 3 സിനിമ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ലോഹിതദാസ് സാറാണ്. ഞാൻ ഒരു മേജർ സിനിമകളും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം ലോഹിതദാസ് സാർ മാത്രമാണ്. അതായത് ലോഹിതദാസ് എന്ന് പറയുന്ന ആ മഹാവൃക്ഷത്തിൻ്റെ തണലിലിരിക്കുമ്പോൾ ഏത് കിളിയും പാടിപ്പോകും. അതിലൊരു കഥാപാത്രത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിലേ, അതിൽ സ്ത്രീ എത്രത്തോളം പവിത്രമായിട്ടാണ് അവളുടെ താലി കാക്കുന്നതെന്ന് ലോഹിതദാസ് സാറിൻ്റെ ആ ഒരു എഴുത്ത്, അതിലല്ല പിന്നെ ആ വില്ലനായിട്ട് കൂടി അവളെ ഒന്നും തൊടുന്നില്ല, പിന്നെ നായകന്റെ കുട്ടിയെ പ്രസവിക്കാൻ അനുവദിക്കുന്നു, അതുവരെ അവളെ സ്നേഹിക്കുന്നു. അതായത് ആ സിനിമയിൽ അതൊക്കെയാണ് നമ്മൾ ആ ലോഹിതദാസ് എന്ന് പറയുന്ന ആ തൂലികയുടെ ആ പരിശുദ്ധി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ ആ തൂലിക വർക്ക് ചെയ്യുന്നത്, അവിടെ ആ വ്യക്തി എന്നതിനേക്കാൾ ഉപരി ആ തൂലികയിലൂടെയാണ് അദ്ദേഹം കൊടുക്കുന്ന ക്ലാസിഫിക്കേഷനുണ്ട്. അതായത് അവൻ ആ പെൺകുട്ടിയെ കട്ടുകൊണ്ട് പോയി ഒരു സിക്കായിട്ട് വേഷം മാറി താമസിക്കുമ്പോഴും അവൻ ആ പെണ്ണിൻ്റെ അടുത്ത് ഒരു ആവശ്യത്തിന് പോലും ചെല്ലുന്നില്ല. അവൻ എപ്പോഴും പവിത്രമായിട്ട് അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിന് സംരക്ഷിക്കാനായിട്ട് വേലക്കാരെ വിട്ടു കൊടുത്തിരിക്കുന്നു, അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു, വേറൊരു വീടുണ്ടാക്കി ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അതാ എഴുത്തിൻ്റെ പ്രത്യേകതയല്ല, അല്ലാതെ വില്ലിൻ്റെയോ നായികയുടെ. അത് ശരിക്കും രാവണനെ ഓർക്കുമല്ലോ, സ്ത്രീജിതനല്ല, അത് തന്നെയാണ് സംഭവം. ആ കോപ്പി, അതായത് സീത പോയി അവിടെ അശോകവനിയിൽ സീതയെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും രാവണൻ തൊട്ടിട്ടില്ല. സ്ത്രീജിതനല്ല, ഒരിക്കലും ശ്രീജിതനാണ്. നന്മ നമ്മുടെ അടുത്തോട്ട് അതാണ് കറക്റ്റാണ്, ശ്രീജിതനാണ്, അല്ലാതെ ശ്രീലംബടനല്ല. അപ്പോൾ അത് ആ ഒരു ക്ലാസിഫിക്കേഷൻ ലോഹിതദാസ് സാർ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നടുവിലേക്ക് ഈ പെൺകുട്ടി വരുന്നത് ഈ ബന്ധം മുറിയുമെന്ന് ഗിരിക്ക് തോന്നുകയാണ്. അവൻ്റെ ചന്ദ്രനിലുള്ള തൻ്റെ കാരണം ചന്ദ്രഹാസൻ എന്ന് പറയുന്ന ആൾ
വല്ലാത്ത ഒരു ചീട്ടുകളിക്കാരനും ഭയങ്കര പ്രതിഭയാണ്. ചീട്ടുകളിയുടെ ഒരു മാസ്മരിക ലോകം സൃഷ്ടിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് അവരെയും ഇത്രയും ലോറിയെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ ഈ പെണ്ണിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. കാരണം ഒരു നമ്മൾ പറയില്ലേ തുറുപ്പ് ചീട്ടെന്ന് പറയും, തുറുപ്പിയിട്ടിട്ട് ചീട്ട് കളിക്കുന്നവനാണ് ചന്ദ്രഹാസൻ. ഗിരി ചീട്ട് കളിക്കാൻ എക്സ്പെർട്ടല്ല, പക്ഷെ ഗിരി പറഞ്ഞു കൊടുക്കാൻ എക്സ്പെർട്ടാണ്. പക്ഷേ ഈ ചന്ദ്രഹാസൻ ആ കളിയിലൂടെ നേടിയ സിംഹാസനം ഈ പെണ്ണ് വന്നതുകൊണ്ട് തകരുമെന്ന് വന്നപ്പോൾ പിന്നെ ഇയാൾ തീരുമാനിക്കുകയാണ് ചതിക്കാൻ. അല്ലാതെ പെണ്ണിനോടുള്ള മോഹം മാത്രമല്ല. കാരണം ഇവനാണ് ഇയാളുടെ ബിസിനസ് കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഗിരിയുടെ ബിസിനസ് കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നത് ചന്ദ്രഹാസനാണ്. അപ്പോൾ ഈ ബിസിനസ് ബിൽഡപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ബിസിനസ്സിനെ ഈ പെണ്ണിലൂടെ തകർക്കപ്പെടുമെന്ന് വരുമ്പോൾ അത് അയാൾക്ക് സഹിക്കാൻ പറ്റും. ലോഹിതദാസ് സാറിന്റെ സിനിമയിൽ ആദ്യം വന്നു, ഇന്ന് 23 വർഷം കഴിഞ്ഞ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ലോഹിതദാസ് പറഞ്ഞ എന്തെങ്കിലും ഒരു പാഠമോ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉപദേശം എന്തെങ്കിലും? ഒറ്റ വാക്കേ ഉള്ളൂ, എടാ സ്നേഹം ഉണ്ടായിരിക്കും. ഒറ്റൊരു വാക്കാണ്. യെസ്, അതാണ്. അതായത് ഞാൻ ഈ പറയുന്ന മാതിരി പല പ്രാവശ്യവും മടികൊണ്ടും ഒക്കെ മാറിപ്പോരുമ്പോൾ, അല്ലെങ്കിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ മാറി വന്നിരിക്കുമ്പോൾ എന്നെ 2 രീതിയിലാണ് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. ഒന്ന്, സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഈ വേഷം ആര് ചെയ്യാനിരുന്ന വേഷമെന്ന് എനിക്കറിയോ? മമ്മൂക്കവരെ വിളിച്ച് ചോദിച്ചതാണ്. അപ്പം ഞാൻ ത്രില്ലാവും. കാരണം ഞാനിങ്ങനെ മടിയായിട്ട്, എൻ്റെ ഗുരുനാഥൻ സിനിമയിൽ എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച ലോഹിതദാസ് സാറിന് ഗുരുപൂജയായി ഞാനൊരു 2 വരി പാടുകയാണ്. എന്നും ഓർമ്മയിൽ മിന്നിത്തിളങ്ങുന്ന എൻ്റെ ഗുരുനാഥൻ ലോഹി സാറ്, അഭിനയത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ എന്നെ പഠിപ്പിച്ച പൂജ്യ ഗുരു. ഹൃദ്യമാമോർമ്മകൾ ഇന്നുമെന്നിൽ സ്നേഹാദ്രഗീതമായി വന്നിടുന്നു. സാറിൻ്റെ സാമീപ്യം അന്നും എനിക്കിന്നും ഉൾക്കുളിരേകുന്നു. ഞാൻ ധന്യനാകുന്നു. എവിടെയോ നിന്നെത്തും വർണ്ണാക്ഷരങ്ങൾ സിനിമയിൽ കഥാപാത്രങ്ങളായി. എത്ര സിനിമയിൽ വിസ്മയം തീർത്ത മറ്റൊരു പ്രതിഭയുണ്ടോ സാറ് പോലെ? കാലത്തെ വെല്ലുന്ന സൃഷ്ടിയുണ്ടോ ഇനിൽ കാണുവാൻ പറ്റുമോ ആയുഗ പ്രാഭാവനെ? കാലത്തെ വെല്ലുന്ന സൃഷ്ടിയുണ്ടോ ഇനി കാണുവാൻ പറ്റുമോ ആയുഗ പ്രഭാവനെ? കാണില്ല എങ്കിലും അവിടും എഴുതിയ തിരക്കഥാ പ്രപഞ്ചം അപ്രമേയം അദ്വിതീയമായി ജ്വലിച്ചു നിൽപ്പൂ. കാലത്തിൻ പ്രയാണത്തിലിന്നുമെന്നും ഗുരുവേ വന്ദനം ചൊല്ലുന്നു ഞാൻ. അവിടുത്തെ ശിഷ്യനായതിൽ അഹങ്കരിപ്പു ഞാൻ. എഴുതിയ വരിക ഇത് ഇന്നലെ രാത്രി എഴുതിയതാണ്. അത് ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ ശിഷ്യനായതിൽ അഹങ്കരിക്കുന്നു. കാരണം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഗ്യാപ്പ് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമയിൽ ആണ് തുടങ്ങിയത്. അതായത് ഞാൻ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ചക്രത്തിലെ വില്ലൻ ഗിരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം
എന്നും എക്കാലവും ഒരു മഹാ ഉത്തുംഗ ശൃംഗങ്ങൾ വിചാരിക്കുന്ന വേഷം തന്നെയാണ്. അതിന് അതിലെ ബിനോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും വലിയ പ്രാധാന്യമില്ല. ഗിരിയാണെന്നും ആ ഗിരി എന്നൊക്കെ പ്രാധാന്യം വരുന്നത് ലോഹിത് ദാസ് എന്ന് പറയുന്ന ആ വാക്കുകൾ കൊണ്ട് മാജിക് കാണിക്കുന്ന മഹാമാന്ത്രികൻ്റെ കയ്യിൽ എത്തപ്പെട്ടത് കൊണ്ടാണ്. നന്ദി, നമോ വാക്ക്. താങ്ക് യു. എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയതിലും ഈ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ബിൻഷയ്ക്കും അതോടൊപ്പം തന്നെ ക്യാമറമാൻ ദിലീപ്, നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ ഷാജിൻ സക്കറിയ, അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ ഫെബിൻ, എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ പൊതുവെ ഇൻ്റർവ്യൂകളിലൊന്നും അത്ര താല്പര്യമുള്ള ഒരാളല്ല, ഒളിച്ച് നടക്കുന്ന ഒരാളാണ്. അത് എൻ്റെ രഹസ്യങ്ങളിലൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ വിളിക്കുകയും എനിക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ വിജയങ്ങളും ആശംസിക്കാം. ഓക്കെ, നന്ദി.